ഹലോ ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ TP ഫാമിലി ഗെറ്റ് ടുഗദർ വീഡിയോ ആണ് ഗായ്സ്. നമ്മൾ ഇന്ന് അടിക്കാൻ പോകുന്നത്. പല ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കുറേ ആൾ ഫോൺ നോക്കുന്നുണ്ട്, കുറേ വർത്തമാനം പറയുന്നുണ്ട്. ഫുൾ വൈബായിട്ടെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മളെ പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ല, സ്റ്റാർട്ടാവാൻ വേണ്ടി എല്ലാവരും നിൽക്കുന്നത്. ചില പാട്ടിനും കുറച്ചാൾ ലേറ്റായിട്ടില്ല, ഒരു ബാക്കിൽ വരട്ട്. അപ്പോൾ കുടുംബത്തിന്റെ ഒരു കൂട്ടായ്മ നടത്താൻ വേണ്ടിയിട്ട് നേതൃത്വം വഹിച്ച എല്ലാവർക്കും ഒരുപാട് പേരെടുത്ത് പറയുന്നില്ല. ഒരുപാട് പേരെടുത്ത് പറഞ്ഞില്ല. ഇപ്പൊ എന്റെ പേര് വന്നു, എന്റെ പേര് വന്നില്ല എന്നൊരു കാരണങ്ങളുണ്ടാവും. അപ്പൊ ഓരോ ഈ കുടുംബം ഇമ്പമാവുന്ന ഒരു ഈ സാഹചര്യത്തിൽ ഇപ്പൊ എല്ലാവരും കൂടിയിട്ട് നമ്മളെ ദീപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പരിപാടി ഗംഭീരമാക്കാൻ എല്ലാവരും സഹകരിക്കുക. അപ്പോൾ പിന്നെ നമ്മളെ പ്രായ ആളെല്ലാം വെച്ചിട്ട് ഒരു ഉദ്ഘാടനം കഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരൊന്നും അക്കറിയാൻ ചെയ്യില്ല, പക്ഷെ ഇവിടുന്ന് നമ്മൾ വീഡിയോയിലെടുത്തിന് എന്തായാലും വീഡിയോയിലെടുക്കും. പിന്നെ ചെറിയ പിള്ളേരെ ബലൂൺ ഒട്ടിക്കലുണ്ടായി, ഭയങ്കര സംഭവമാണ് ഗൈസ്. ഇത് പറഞ്ഞു കൊടുക്കാൻ തന്നെയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാക്കുന്നത്. അപ്പം എങ്ങനെയല്ലോ പറഞ്ഞ് കൊടുത്ത് ഒരേ കളിയാണ് ഗൈസ്. ഇതിൽ ആരെ ജയിക്കുമ്പോൾ ഒരു പിടിയില്ല. ഇങ്ങനെ മുമ്പിൽ എല്ലാം കാണിക്കണമെന്നുണ്ട്, പക്ഷെ ഒന്നിനും കഴിയില്ല ഗൈസ്. കുറച്ചാണ് ഇത്രയും കഷ്ടപ്പെട്ടാക്കിയത്. അപ്പോൾ പിന്നെ പൊട്ടിക്കുന്ന ഇരിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിച്ച് കളിക്കുന്നുണ്ട്. ഇതാരെ പൊട്ടിക്കുന്നൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇവരെ പേരെന്നെ അറിയില്ല, നമുക്ക് ഉണ്ടാണ്ട് കാണാം. അപ്പം പിന്നെ മൂന്നാളായി, പിന്നെ അടിയായി, ബഹളമായി. ഇതിൽ ആര് ജയിക്കുന്ന അക്കുറപ്പൊന്നുമില്ല. ഇതിൽ ഷാന് കുറച്ച് ചെക്കനുണ്ട്, ഷീന് കുറച്ച് ചെക്കനുണ്ട്, പല ആൾക്കാരും ഉണ്ട് ഗൈസ്. ബമ്പിച്ചടിയാണ്. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിയാകും മോനെ, നല്ല രസമാണ് കണ്ടിരിക്കാൻ. അങ്ങനെ ഫൈനലിൽ രണ്ടാളും മാത്രം എത്തിയിട്ടുണ്ട്. ബമ്പിച്ചടി ഇന്ന് ശരിക്കൊന്ന് പതുക്കെ നോക്കിയാൽ തിരിയൂ. അപ്പോൾ ഇവനാ ജയിച്ചു. ഇവൻ്റെ പേര് നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ കമൻറ്റ് ചെയ്ത് നമുക്കറിയില്ല എന്തായാലും. പിന്നെ കുറേ വെള്ള പിള്ളേർ കളി, അതിൽ ഞാൻ എല്ലാവരും ഉള്ളതൊന്നും കാണിച്ചു തരുന്നില്ല. ഇപ്പം ലാസ്റ്റ് വെള്ള പിള്ളേരിലുണ്ടായ രണ്ടാളം ഇല്ല, എൻ്റെ അനിയത്തിലുണ്ടായി. ഒന്നും ഞാൻ ഇപ്പം നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചിരുന്നില്ല. കുറേ പിള്ളേരുണ്ടായി. ഇപ്പം പിള്ളേർ വെള്ള കളിക്കുമ്പോൾ ലാസ്റ്റ് ഇവർ രണ്ടാളുണ്ടായി. അതിൽ ജയിക്കുന്ന ആരാ നമുക്ക് നോക്കാം. മറ്റാളൊന്നും ഇപ്പം കാണിക്കുന്നില്ല, കാരണം ഇതൊരു ചെറിയൊരു വീഡിയോ മാക്സിമം ഞാൻ ആക്കുന്നത്. കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും ആക്കിയെടുത്തത്. അപ്പം ഇതിൽ പാമ്പിച്ച മത്സരത്തോടെ ഇതിൽ ജയിക്കുന്നത് ഈ പെണ്ണാണ് ഗൈസ്. ഈ പെണ്ണിൻ്റെ പേര് ആൾക്കറിയില്ല, അപ്പം നമുക്ക് ആ പെണ്ണാന്ന് പറയാം. അത്രയും എന്നെ കൊണ്ടും കഴിയും. അപ്പോൾ പിന്നെ വെള്ള പമ്പുളറ കളിയായി. ഇതിലാരാ ജയിക്കുമെന്ന് നമുക്കറിയില്ല. ഇവിടുത്തെ പമ്പുളറ പേരും നമുക്കറിയില്ല. നമുക്ക് ഇങ്ങനെ ഇതും കേൾക്കാം. അപ്പോൾ വീണ്ടും പിന്നെ കുറച്ചാളായി ആ സ്ഥലത്ത് നിന്ന് മാത്രം കളിക്കുക. ഇത് പുറത്തേക്ക് പോയി, അങ്ങോട്ടേക്ക് പോയി, തേരാപ്പാര പോയി. ഇതിലാരാ ജയിക്കുക? അമ്മ 2-3 പുറത്തുനിന്നെല്ലാം കളിക്കുന്നുണ്ട്. അവരെന്ത് കളിയിലേ അമ്മ കൂട്ടുന്നില്ല ഗൈസ്. ഇങ്ങനെയുണ്ട്. ഇതിലാരാ ജയിച്ചു നിങ്ങൾക്ക് അറിയാൻ കമൻറ്റ് ചെയ്യണേ. ഈ ഡ്രസ്സ് ഇട്ട് പെണ്ണെന്ന് വെച്ചാൽ പറഞ്ഞു, എന്നാലും എനിക്ക് ആരെ പേരും അറിയില്ല. അപ്പോൾ ഇത് ലാസ്റ്റ് ലാസ്റ്റ് 3 ആളായി ഗൈസ്. ഇത് കഷ്ടപ്പെട്ട് ബമ്പിച്ച പോരാളിയാണ് ഗൈസ്. എന്താ ചെയ്യുക, ഇതെടുക്കുന്ന ആൾക്കുമാണ് സമ്മാനം തരാം. ആദ്യം കഷ്ടപ്പെട്ട് ഇത്ര വീഡിയോ എടുത്തോരിക്കുകയാണ്. പിന്നെ ബെല്ല ഇത്താത്ത മായതല്ലായി ഗൈസ്. ബെല്ല ഉമ്മമായതല് പരിപാടിയാണ്. അതിൽ എൻ്റെ ഉമ്മ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ലാസ്റ്റ് എത്തിയെല്ലാം ഫീൽ ഇതാണ് ഏറ്റവും കൂടുതൽ ബമ്പിച്ചായത്. എല്ലാവരും കൂടി ബെല്ലടിയും പോരാളതിന് 2 സ്ഥാനം അടിച്ചിട്ടുണ്ട് ഗൈസ്. അത് നിങ്ങൾക്ക് കുറച്ച് ഞാൻ തിരുമ്പി ചെയ്യാം.
വേഗം നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോവാം. അപ്പോൾ ലാസ്റ്റ് അങ്ങോട്ട് എത്തുമ്പോൾ 4 ആളാച്ചായി. അപ്പം അതിലും എൻ്റെ ഉമ്മ ഉണ്ട് ഗൈസ്. ഞാൻ ശ്രദ്ധിക്കാണ്ട് പോകുന്നൊരു കാര്യമാണത്. എൻ്റെ ഉമ്മ ബമ്പിച്ച പ്ലെയറായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലാരത് പൊട്ടിക്കുന്ന ഒരു തീരുമാനം കിട്ടുന്നില്ല ഗൈസ്. നിങ്ങൾക്ക് ഇതിലാര് ജയിക്കുമെന്ന് തോന്നുന്നു അറിയെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് കിട്ടും. അവരുടെ ഡ്രസ്സിൻ്റെ കളർ മതിയേ. നിങ്ങൾക്ക് പേരറിയില്ല, നമുക്കറിയാം. അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിൻ്റെ കളർ മതി. അപ്പോൾ ഇതാരോ ഇപ്പോൾ പൊട്ടുന്നുണ്ട്. ഇതാരെ പൊട്ടുന്ന നമുക്കറിയില്ല. ഒരാൾ പൊട്ടിയ അറിയാം. ഒരു ഉമ്മ പൊട്ടിയിട്ടുണ്ട്. ബാക്കി 3 ആളേ ഉള്ളൂ ഗൈസ്. എൻ്റെ ഉമ്മ, പിന്നെ എൻ്റെ മൂത്തുണ്ട്, പിന്നെ ഏതോ ആളുണ്ട്. അപ്പം ആ ഉമ്മാൻ്റെ പേര് എനിക്കറിയില്ല. എന്നാലും നമുക്ക് കളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആരെ ജയിക്കും തോന്നുന്നുണ്ട് കമൻറ്റ് ചെയ്തിട്ടേ. പിന്നെ പതുക്കെ ഇപ്പോൾ 2 ആളാവും ഗൈസ്. ഇപ്പോൾ ഒരാൾ ബമ്പിച്ച പൊട്ടിക്കലങ്ങ് പൊട്ടിക്കുന്നുണ്ട്. അത് ആരാ പൊട്ടിക്കും ഗൈസ്? ഇനിയിപ്പോൾ ഇപ്പോൾ ആരതോ പൊട്ടു ഗൈസ്. ആരതാ പൊട്ടാണല്ലോ ഒക്കെ അറിയാം. ഡാൻസ് അടക്കം കളിക്കുന്നുണ്ട് ഇതിൽ. അങ്ങനെ കുറേ കാത്തിരിപ്പിലാണ് ഇവിടെ എല്ലാവരും. കൈമുട്ടുണ്ട്. അങ്ങനെ ഫുൾ ഒച്ചപ്പാടാണ് ഇതിലിപ്പോൾ. എൻ്റെ ഉമ്മ ക്ഷമിച്ച് തകർന്നു പോയി ഗൈസ്. അങ്ങനെ എൻ്റെ മൂത്ത് പൊട്ടി. ബാക്കി ഫൈനലുള്ളത് എൻ്റെ ഉമ്മയും പിന്നെ ആ ഉമ്മയും. അപ്പോൾ ആര് ജയിക്കും? നിങ്ങളുടെ കമൻറ്റ് ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തുക. അങ്ങനെ പിന്നെ വീണ്ടും ബമ്പിച്ച കളി തന്നെ ആയി ഗൈസ്. പിന്നെ എൻ്റെ ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ വിട്ടെടുക്കുന്നില്ല. അപ്പം എൻ്റെ ഉമ്മാക്കാണെങ്കിൽ കഴിയുന്നുമില്ല. അപ്പോൾ ലാസ്റ്റ് എൻ്റെ ഉമ്മ ഒരു കാര്യം ചെയ്യുന്നുണ്ട് മക്കളെ. അതിന് നിർത്താൻ ആരെക്കാളും ബമ്പിച്ച കളി ഇവിടെ കണ്ട തലറിഞ്ഞിട്ടില്ല. ഇപ്പോൾ അവിടെ 2 ആൾ. അതേക്ക് ലാസ്റ്റ് നടക്കാൻ. ലാസ്റ്റ് എൻ്റെ ഉമ്മ ബമ്പിച്ച കളി കളിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ പോലെയാണ്. ബിഗ് ബോസ് ഇങ്ങനത്തെ ഒരു ചലഞ്ച് ഉണ്ടായിനി. അപ്പോൾ ഒരാൾ ചെയ്ത പോലെ എൻ്റെ ഉമ്മ ഇപ്പോൾ ജയിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റൊന്നുമല്ല, സ്വയം തന്നെ സൂസൈഡ് ചെയ്ത് പൊട്ടിച്ച് ഇവരോണ് ആ ഉമ്മാനെ കൊണ്ട് പൊട്ടിക്കാൻ വിടില്ല. അതുകൊണ്ട് സ്വയം തന്നെ പൊട്ടിച്ചിട്ട് അല്ല പിന്നെ നമ്മളോட കളി. പിന്നെ കുഞ്ഞിപ്പിള്ളേർ മിഠായി വറക്കലായി. ഇതിൽ ഞങ്ങൾക്ക് പറക്കണമുണ്ടായിനി. കാരണം മിഠായി കുറച്ച് എടുക്കാറാ. അതുകൊണ്ട് ആ വീടെടുത്തോണ്ടാക്കി 2 മിഠായി ഇട്ടി. ഇതിനകത്തൊന്നിനായി നല്ല രസമുണ്ടായി. പിന്നെ ഇതിലെല്ലാം പിന്നെ കുറേ ആൾ വന്ന് എണ്ണി നോക്കി. അന്നേരം തന്നെ 2-3 ആൾ കീശയിലിട്ട് കൊണ്ടുപോയി. ഒന്നും വേറെ വിഷയമല്ല. അതിലാരെ ജയിച്ചത് നമുക്ക് തന്നെ അറിയില്ല. പിന്നെ വീണ്ടും പെമ്പിളേഴ്സായി. അവരുടെ ഇതേപോലെ തന്നെ മുട്ടായി ഇറക്കി. ഇതിലും ആരാ ജയിച്ചതെന്ന് എനിക്കറിയില്ല. പിന്നെ ബെല്ല് ഇട്ടാത്ത മാർത്താണ്. അത് പുറത്തേച്ചിട്ടാണ് അത് ഇടലും. പിന്നെ ഭയങ്കര ഒരു മുട്ടായി കളി ഇത്ര അടിയെന്ന് അങ്ങനെ നെയ്സിലെടുത്താൽ പോയി. കുറച്ച് എനിക്ക് ഇത് നോക്കേ. ഇപ്പം ഇതിലെ സൈഡിൽ ഏതോ പറഞ്ഞാൽ സൈഡിൽ കീറിപ്പടിക്കുന്ന കുറച്ച് ചാടുന്നുണ്ട് ഗൈസ്. ഇതിൽ ബനിയാനെ ഫുള്ള് കച്ചറലാക്കുന്നുണ്ട്. ഇത് ഫുള്ള് പമ്പിച്ചത് ഒരു മുട്ടായിക്കോണ്ടി. കുറച്ച് മുട്ടായിക്കോ 1 ഉറുപ്പ്യൻ്റെ. അതിനോടിച്ച് ഇത്രയും അടിയുന്നു. എന്ത് ഇവർക്കും തീരെ ബുദ്ധി കുറവാണ് ചിലപ്പോൾ. അപ്പോൾ ജയിച്ചത് ആ പെണ്ണ. ഞാൻ നടക്കുന്നു. ആ പെണ്ണ ജയിച്ചത്. ഓക്കെ. ആ പെണ്ണിൻ്റെ പേര് എനിക്കറിയില്ല. ഓക്കെ. അപ്പോൾ പിന്നെ ബെല്ല ബമ്പിള ലെമൺ സ്പൂണായി. അത് ഞാൻ പേടിക്കുന്നത് നിങ്ങൾ മുമ്പിൽ കാണിക്കുന്നു. ഇതിലാരാ ജയിച്ചേ? അപ്പോൾ ഇതിലാരാ ജയിച്ചേ? ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ജയിച്ചിട്ടുണ്ടായിരുന്നു കേസ്? അതിൻ്റെ അപ്പുറം ഫൈനലിൽ എത്തിയാളെ ഇനിയിപ്പോൾ കാണണം കേട്ടോ. ഇതിലിപ്പോൾ 2ാമത്തെ റൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണെങ്കിൽ ആടത്ത് നിൽക്കിയത്. ഇതിപ്പോൾ ഒന്ന് പോവുകയുള്ളത്. ഇതിലാരാ ഫൈനലിൽ പോകുന്നത്? അറിയാം. ഇതിലെപ്പാര പോയേ അമ്മോ. ഇനി പിന്നെ ആമ്പുള്ളതായി. ഇതിൽ അഫീം സമാൻ ഗ്ലാമർ ചെക്കനുണ്ട്. ചെക്ക പിന്നെ അങ്ങനെ വല്ല പരിപാടിക്ക് നിൽക്കാമല്ലോ. കിട്ടിയല്ലേ പോയി. ഇങ്ങനെ പോയി. പിന്നെ കുറച്ചും കൂടെ ഇപ്പോൾ സ്പീഡ് കൂടിപ്പോയി ഗൈസ്. അതിൻ്റെ പേര് ഞാൻ പൊട്ടിപ്പോകാൻ കാരണം. പിന്നെ വല്ല ഉമ്മമാരതായി. ഇതിലൊന്നും ആരാ ജയിക്കുന്ന അക്ക് കണ്ടുപിടിക്കാന്ന് കേട്ടില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ വെതിലിട്ടു ഞാൻ കമൻറ്റ് ചെയ്യും. അവരുടെ ഡ്രസ്സിൻ്റെ പേരിട്ട് പിന്നെ പൊട്ടു തൊടരാ
എന്തോ ഇല്ലേ ഇത്. പിന്നെ ഇവിടെ ഹിന്ദുവിനെ പൊട്ടില്ല, അങ്ങനെ എന്തോ പറ്റുന്നൊരു പൊട്ടോടെ ഇല്ലേ, ആ പൊട്ടോടൊരു മനസ്സിലുണ്ടായി. നല്ല പമ്പളം വിട്ടിട്ട് അവിടെ നടുക്കര പൊട്ടിരുന്നു. പൊട്ടല്ല, മാർക്കർ കൊണ്ടാണ് ആയി കൊടുക്കുക. ഫുള്ളും തെച്ചിട്ട് ഞാൻ കളിച്ചിട്ട് പിന്നെ ഞാൻ ഒന്നും ഇവിടെ കാണിക്കുന്നതില്ല. എന്നുവെച്ചാൽ നമുക്ക് ചെറിയൊരു വീഡിയോ മാക്സിമം നോക്കുന്നു. പിന്നെ എൻ്റെ ഉപ്പയാക്കുന്നുണ്ട്. ഉപ്പാണെങ്കിൽ അളവിലും നോക്കിയിട്ടല്ല ആക്കുന്നത്. പക്ഷേ അവിടെ കൈ വെക്കാൻ വിടുന്നില്ല. ആര് ഒറ്റടിക്ക് മാർക്ക് വെച്ച് പോയിക്കോളാം. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ അളവിലും വെച്ച് ബേഗ് കണ്ടുപിടിക്കരുത്. പക്ഷേ മറ്റടുത്ത് കൈ വെക്കാൻ വിടുന്നില്ല. ആര് ബേഗ് കൈ മാറ്റിക്കുന്നു കേട്ടോ. അതുകൊണ്ട് ഗൈസ് കിട്ടാത്തല്ലേ. ഞാൻ ഫസ്റ്റ് അടിച്ചതായിത്തല്ലേ. അപ്പോൾ എന്താ ചെയ്യണ്ട, എൻ്റെ ഉപ്പാടെ അങ്ങനെ ആക്കാൻ പറ്റില്ല. സങ്കടമൊന്നുമില്ല, ചെറിയൊരു വിഷമം. അപ്പം നമുക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. തിന്നാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കുമുണ്ട്. അവിടെ പോകുമ്പോൾ നല്ല ബിരിയാണി, ദമ്പിട്ട ബിരിയാണി ഉണ്ടാകും ഗൈസ്. അത് എടുക്കുമ്പോൾ കിട്ടുന്നൊരു മണേ, എന്താ മണോ. പിന്നെ നമുക്ക് കുപ്പേരി കിപ്പിരുന്നില്ല, അച്ചാറുണ്ട്, തേയിലുണ്ട്. വേണ്ടവർ അവിടെ പോയി എടുക്കാൻ തിന്നുക, അത്ര തന്നെ ഗൈസ്. ഇപ്പോൾ വേറെ പാത്രം എടുത്ത് തുറക്കുമ്പോൾ മണം ഹയറ്. പിന്നെ അവിടുന്ന് ഫോട്ടോ എടുത്തു. ഞാൻ ചോറുന്ന വീടൊന്നൊക്കെ എടുക്കാൻ കഴിച്ചില്ല, അത്രയും ജനക്കൂട്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നിങ്ങളുടെ മുമ്പിൽ ചോറുന്ന വീടൊന്നും ഞാൻ എടുക്കുന്നില്ല ഗൈസ്. അതുകൊണ്ട് ചോറ് വാങ്ങുന്നതിൽ കാണിച്ചത് അത്ര മതി. പിന്നെ നമുക്ക് അവിടെ കസാര കളിയിലും കഴിഞ്ഞപ്പോൾ റോള് വൈകുന്നേരമാണ്. അപ്പോൾ എല്ലാവർക്കും കാപ്പി 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 എല്ലാവർക്കും കോഫി ഉണ്ട്. പിന്നെ ടൈമിന് ശേഷം എല്ലാവർക്കും എനർജി ഉണ്ടായി. അപ്പം ഞാൻ വീടെടുത്ത് സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ TP ഹൗസ് റെസൻസ് അങ്ങനത്തെ ഒരു കേക്ക് ഉണ്ടായിരുന്നു. പിള്ളേരുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.